ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് ക്യാബേജ് ഉപ്പേരിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസിലൊരു ക്യാബേജാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ആദ്യം ഇത് അരിഞ്ഞെടുക്കാം. ഇതിപ്പോൾ നല്ല പോലെ കഴുകി വെച്ചിട്ടുള്ള ക്യാബേജാണ്. ക്യാബേജിൻ്റെ ആദ്യത്തെ 2 ഇല അടർത്തി കളഞ്ഞിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ക്യാബേജ് ഞാൻ 4ആയിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. ഇനി മുറിച്ച് വെച്ചിട്ടുള്ള 4 കഷ്ണങ്ങളും അരിഞ്ഞെടുക്കാം. അപ്പോൾ എല്ലാ ക്യാബേജ് കഷ്ണങ്ങളും അരിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ക്യാബേജ് അരിഞ്ഞു വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് ചുവന്നുള്ളിയും പച്ചമുളകാണ്. ഒരു 15 ചുവന്നുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ അരിയണതിന് മുന്നേ ഞാൻ ക്യാബേജ് കഴുകിയതിന് ശേഷമാണ് ക്യാബേജ് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ അരിഞ്ഞതിന് ശേഷം വീണ്ടും കഴുകണമൊന്നുമില്ല. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പും ക്യാബേജിൽ നല്ല പോലെ എല്ലാ സൈഡിലും ഒരേപോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഉപ്പേരിയാക്കാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുക് നല്ല പോലെ പൊട്ടി വരണം. ഈ ടൈമിൽ തന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടിയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് മൊത്തം പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കാം. ഈ മുളകിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇത് ഇളക്കി കൊടുക്കാം. മുളകിൻ്റെ പച്ചമണമൊക്കെ മാറി കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള ക്യാബേജില്ലേ, അതിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഈ ടൈമിലൊക്കെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലായിരിക്കണം. ക്യാബേജ് ഇട്ടിട്ട് ഒരു 5 മിനിറ്റോളം കണ്ടിന്യൂസ്ലി നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ക്യാബേജ് ഉപ്പേരിയിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കുന്നവർക്ക് ഈ ടൈമിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ നാളികേരമൊന്നും ചേർത്ത് കൊടുക്കണില്ല. ഞങ്ങൾ ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ ഇളക്കി കൊടുത്തിട്ടാണ് ഇത് വേവിച്ചെടുക്കാറുള്ളത്. മൂടി വെച്ചിട്ട് വേവിക്കാറില്ല. അപ്പോൾ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ക്യാബേജൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ മൂടി വെച്ച് വേവിക്കാത്തത്. അതുപോലെ മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ കൂടുതൽ വേവ് കൂടിപ്പോവും. എപ്പോഴും ക്യാബേജ് ഉപ്പേരി ഒരു പകുതി വേവിലെടുക്കണമെന്നാണ് കഴിക്കാൻ കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ക്യാബേജ് വെന്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഞാനിത് പാത്രത്തിലേക്ക് പകർത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ക്യാബേജ് ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ ക്യാബേജ് ഉപ്പേരി ഫ്ലെയിം ഓഫ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, അതിന് ശേഷം അപ്പം തന്നെ വേഗം പാത്രത്തിലേക്ക് പകർത്തിയിട്ടുണ്ട്. കാരണം ക്യാബേജ് ഉപ്പേരി എപ്പോഴും വേവ് കൂടിക്കഴിഞ്ഞാൽ ആകെ വെന്തുടഞ്ഞ പോലെ ഇരിക്കും. അപ്പോൾ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവില്ല. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അടച്ചിട്ട് വേവിക്കാഞ്ഞതും അതുപോലെ തന്നെ വേഗം ചീഞ്ചട്ടിയിൽ ഞാൻ പകർത്തി വെച്ചിട്ടുള്ളതും. ഈ ക്യാബേജ് ഉപ്പേരിയൊക്കെ ഒരു ഫ്രഷ്നെസ്സിൽ കഴിക്കാനല്ല കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ ഇലക്കറികൾ പോലെ തന്നെ ക്യാബേജും ഒരു ഇലക്കറിയാണ്. അപ്പോൾ അതിൻ്റെ പാകം വേവ് എന്ന് പറയുന്നത് നമ്മൾ ഈ ക്യാബേജ് കഴിക്കുമ്പോൾ നമുക്ക് കടിക്കുന്ന സൗണ്ട് കേൾക്കാൻ പറ്റും. ആ ഒരു ഫ്രഷ്നെസ് ആ ഒരു പാകത്തിൽ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നിങ്ങൾ ഇങ്ങനെ എല്ലാം ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം.
കാബേജ് ഉപ്പേരിയൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റുള്ള ഉപ്പേരിയാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി തീർക്കാൻ പറ്റുന്ന ഒരു ഉപ്പേരിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.